നമസ്കാരം. പരമ്പരാഗതമായി നമ്മൾ വിശ്വസിക്കുന്നത് ഏറ്റവും മികച്ച കോഴ്സ് MBBS ആണെന്നാണ്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ കുട്ടികളെ +2 കഴിഞ്ഞാലുടൻ എൻട്രൻസ് പരീക്ഷ എഴുതിച്ച് ഡോക്ടറാക്കാൻ നമ്മൾ വിടുന്നത്. എത്ര സമ്പന്നരാണെങ്കിലും അവരുടെ മക്കളെ ഡോക്ടറാക്കാൻ ശ്രമിക്കുന്നു. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഡോക്ടർ അല്ലെങ്കിൽ എൻജിനീയർ എന്നായിരുന്നു. ഡോക്ടറോ എൻജിനീയറോ ആയാൽ മിടുക്കനാണ് എന്നാണ് അർത്ഥം. സിവിൽ സർവീസ് അടക്കമുള്ളവ കിട്ടുന്നത് ഡോക്ടറും എൻജിനീയറിങ്ങും പഠിച്ചവർ തന്നെ. അതുകൊണ്ട് കുട്ടികൾക്ക് ഉറക്കം പോലും നഷ്ടപ്പെടുത്തി അവരെ എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുക്കുന്നത് കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ ഒരു രീതിയാണ്. എന്നാൽ പതിയെ പതിയെ എൻജിനീയറിംഗ് അപ്രത്യക്ഷമായി. എൻജിനീയറിംഗ് പഠിക്കാതെ തന്നെ എന്തെങ്കിലും കൃത്യമായ പണി അറിയാമെങ്കിൽ നല്ല ശമ്പളം കിട്ടുന്ന ജോലി കിട്ടും എന്ന സാഹചര്യത്തിൽ എൻജിനീയറിംഗ് പഠിക്കുന്നവരെ ആരും പരിഗണിക്കാത്ത സാഹചര്യമുണ്ടായി. മുക്കിനും മൂലയ്ക്കും എൻജിനീയറിംഗ് കോളേജുകൾ ഉണ്ടാവുകയും ആക്രി കച്ചവടം നടത്തി കാശുണ്ടാക്കിയവൻ പോലും എൻജിനീയറിംഗ് കോളേജ് മുതലാളിമാരാവുകയും ചെയ്തതോടെ ആ കോഴ്സിന്റെ തന്നെ പ്രസക്തി നഷ്ടപ്പെട്ടു. യോഗ്യത ലെവലേശമില്ലാത്ത എൻജിനീയറിംഗ് കോളേജ് അധ്യാപകരും അടിസ്ഥാന സൗകര്യമില്ലാത്ത എൻജിനീയറിംഗ് കോളേജുകളുമൊക്കെ എൻജിനീയറിംഗ് എന്ന വിദ്യാഭ്യാസ ശാഖയെ തന്നെ ഇല്ലാതാക്കി. ഇന്ന് BTech പാസ്സായി വരുന്ന പല കുട്ടികളും ഉപജീവന മാർഗം നടത്താൻ വേണ്ടി സൊമാറ്റോയിലെ ഡെലിവറി ബോയ് ആകുന്ന സാഹചര്യമാണ്. ഏതു സ്ഥാപനത്തിലേക്ക് ജോലിക്കാരെ ക്ഷണിച്ചാലും ഏറ്റവും കൂടുതൽ അപേക്ഷകൾ BTech ബിരുദധാരികളുടേതാണ്. പിന്നീട് ഞെട്ടിച്ചുകൊണ്ട് അപ്രസക്തമായ ഒരു കോഴ്സ് BDS എന്ന അനേകം ദന്താശുപത്രികൾ ഓരോ മുക്കിനും മൂലയിലും ഉയർന്നു വരികയും സകലരും ദന്താശുപത്രികൾ ആരംഭിക്കുകയും ചെയ്തതോടെ ഡെന്റിസ്ട്രി കോഴ്സിന്റെ വില കുറഞ്ഞു. ലക്ഷങ്ങൾ മുടക്കി BDS പാസ്സായി വരുന്ന കുട്ടികൾക്ക് പരിശീലന കാലയളവ് എന്ന പേരിൽ 6000-ഉം 7000 രൂപ മാത്രം ശമ്പളം കിട്ടുന്ന അവസ്ഥയാണ് സംഭവിച്ചത്. അങ്ങനെ മൂല്യം നഷ്ടപ്പെട്ടു പോയ ആ കോഴ്സുകളുടെ പിന്നാലെ MBBSഉം എത്തുകയാണ്. ചോദിക്കുന്നവർക്കെല്ലാം മെഡിക്കൽ കോളേജുകൾ വാരിക്കോരി കൊടുക്കുന്ന സാഹചര്യം. മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാത്തവർക്ക് ചൈനയിലോ റഷ്യയിലോ യുക്രൈനിലോ ഒക്കെ പോയി MBBS പഠിച്ച് ഇവിടെ വന്ന് ഡോക്ടറാകാൻ കഴിയുന്ന സാഹചര്യം. ഇതെല്ലാം കൂടി ഈ മേഖലയെ വല്ലാതെ തളർത്തിയിരിക്കുന്നു. വരുന്ന 5-8 വർഷത്തിനിടയിൽ MBBS ആർക്കും വേണ്ടാത്ത അവസ്ഥയിലേക്ക് മാറുമെന്നാണ് റിപ്പോർട്ടുകൾ. കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ പറഞ്ഞ കണക്കനുസരിച്ച് 30% MBBS സീറ്റുകളും ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നു എന്നത് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഒരു സ്വകാര്യ MBBS സീറ്റിന് 80 ലക്ഷം മുതൽ 1.25 കോടി രൂപ വരെ ഫീസ് വാങ്ങിയിരുന്ന കാലം അസ്തമിച്ചിരിക്കുന്നു. ഫീസിന് പുറമെ വലിയ തുക ഡൊണേഷൻ കൊടുത്താൽ മാത്രമേ MBBS അഡ്മിഷൻ കിട്ടുമായിരുന്നുള്ളൂ. എന്നാൽ ഡൊണേഷൻ കൊടുത്ത് MBBS വാങ്ങുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. 4.5 കൊല്ലം MBBSഉം 1 വർഷം ഹൗസ് സർജൻസിയും പൂർത്തിയാക്കിയാൽ മാത്രമേ ഒരാൾക്ക് ഡോക്ടറാകാൻ കഴിയൂ. അപ്പോഴേക്കും ഏതാണ്ട് 25 വയസ്സാകും. അങ്ങനെ MBBS പാസ്സായാലും ജോലി കിട്ടണമെന്നില്ല. MBBS പാസ്സാകുന്ന ഒരാൾക്ക് സ്വകാര്യ ആശുപത്രി കൊടുക്കുന്ന ശമ്പളം 30,000 മുതൽ 40,000 രൂപ വരെയാണ്. ഈ പറയുന്ന 25-ാമത്തെയോ 26-ാമത്തെ വയസ്സിൽ 30,000 രൂപയ്ക്കും 40,000 രൂപയ്ക്കും ഒരു MBBS ഡോക്ടർ ജോലി ചെയ്യുമ്പോൾ മറ്റു കോഴ്സുകൾ പഠിച്ച് സ്വകാര്യ മേഖലയിൽ മാനേജർമാരായും IT മേഖലയിലെ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സായും ഒക്കെ പണിയെടുക്കുന്നവർ 1 ലക്ഷവും 1.5 ലക്ഷവും വാങ്ങുന്ന അവസ്ഥയായിരിക്കും. ഇനി ശാപമോഷം കിട്ടണമെങ്കിൽ PG എടുക്കണം. PG 3 വർഷമാണ്. 3 വർഷം കൊണ്ട് ഇത് പഠിക്കാൻ 1.5 കോടി രൂപയെങ്കിലും ചെലവാകും. സാധാരണക്കാർക്ക് അത് അഫോർഡ് ചെയ്യാൻ സാധ്യമല്ല. മാത്രമല്ല MBBS പാസ്സാകുന്നവരുടെ 10% പേർക്ക് പോലും PG പഠിക്കാൻ അവസരമില്ല. PG പരീക്ഷ 3 കൊല്ലം കൊണ്ട് പാസ്സാകുന്നവരുടെ എണ്ണവും കുറവാണ്. MBBSന് പോലും 70%-അപ്പുറത്തേക്ക് വിജയമില്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ലക്ഷക്കണക്കിന് രൂപ പോക്കറ്റിൽ നിന്ന് മുടക്കി ഒരു പണിയുമില്ലാത്ത അവസ്ഥയിലേക്ക് ഡോക്ടർമാർ മാറിക്കൊണ്ടിരിക്കുന്നു. പണ്ടൊക്കെ എങ്ങനെയെങ്കിലും പഠിച്ച് പാസ്സായാൽ വിദേശത്ത് പോകാമായിരുന്നു. ഇന്ന് അമേരിക്കയിലും ബ്രിട്ടനിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഡോക്ടർമാരെ വേണ്ടതായി. അവിടെ എങ്ങനെയെങ്കിലും കടന്നു ചെന്ന് അവിടുത്തെ പരീക്ഷ എഴുതിയാൽ ഡോക്ടറാകാവുന്ന കാലം സ്വപ്നത്തിൽ മാത്രമായി. കോർപ്പറേറ്റുകൾ ആശുപത്രികളെ വിഴുങ്ങാൻ തുടങ്ങിയതോടെ അവർക്ക് നിർമ്മിതി ബുദ്ധിയുടെ സഹായത്തോടെ വളരെ കുറച്ച് ഡോക്ടർമാരെ ഉപയോഗിച്ചുകൊണ്ട് ലാഭമുണ്ടാക്കാനാണ് ആഗ്രഹം. അത്തരം പരിശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. റോബോട്ടിക് ശസ്ത്രക്രിയയൊക്കെ കരുത്ത് പ്രാപിക്കുമ്പോൾ ചെലവ് പരമാവധി കുറച്ച് ലാഭം കൂടുതലുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഡോക്ടർമാരെ അവർ നിയമിക്കാൻ ആഗ്രഹിക്കുന്നത് സഹായികളെ പോലെ MBBSകാരെ മാത്രമാണ്. എന്ന് വെച്ചാൽ സ്പെഷ്യലിസ്റ്റുകളെ അവർക്ക് വേണ്ടാത്ത അവസ്ഥയായി. നിലവിലുള്ള സംവിധാനത്തെ സഹായിക്കുന്ന സഹായികളായി MBBS ഡോക്ടർമാരെ എടുത്ത് 30,000-ഓ 40,000-ഓ രൂപ മാത്രം ശമ്പളം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് മാറി. ആർക്കും ഒരുപക്ഷെ വിശ്വസിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. MBBS പഠിച്ച പലർക്കും ഇന്ന് തൊഴിലില്ല എന്നത് യാഥാർത്ഥ്യമാണ്. തൊഴിലില്ലാത്തവരുടെ പട്ടികയിൽ MBBS ഉണ്ടാവും എന്ന്
നമുക്ക് വിശ്വസിക്കാൻ കഴിയുമായിരുന്നോ? മറ്റു കോഴ്സുകൾ പോലെ അല്ല MBBS. MBBSന് ഫീസും അതിൻ്റെ അധ്വാനവും അത്രമാത്രം വലുതാണ്. 5-6 വർഷം കൊണ്ട് ഒരാൾ MBBS പൂർത്തിയാക്കിയാൽ ആ സമയത്ത് അവർക്ക് ജീവിതമേ ഇല്ല. പകൽ പഠിക്കണം, രാത്രിയിൽ മെഡിക്കൽ കോളേജിലും മറ്റും സേവനമനുഷ്ഠിക്കണം. ഒരു പോള കണ്ണടക്കാതെയാണ് ഡോക്ടർമാരാവാൻ ഈ കുട്ടികൾ പഠിക്കുന്നത്. PG പഠിക്കുന്ന കുട്ടികളുടെ കാര്യം പറയുകയേ വേണ്ട. 24 മണിക്കൂറും 48 മണിക്കൂറും ഒക്കെ തുടർച്ചയായി ജോലിയുള്ളവരാണ് PG വിദ്യാർത്ഥികൾ. അവർക്ക് കിട്ടുന്ന സ്റ്റൈപ്പൻഡോ 20,000 രൂപ. അങ്ങനെ ഉറക്കമില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി ചെയ്ത് നിരാശരായി ജീവിക്കുന്ന ഇവർക്ക് കിട്ടുന്ന ശമ്പളമോ 30,000-വും 40,000-വും. ഈ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ കൊണ്ടാണ് കേരളത്തിലെ ശരാശരി ആയുസ്സിനേക്കാൾ കുറവ് കേരളത്തിലെ ഡോക്ടർമാരുടെ ശരാശരി ആയുസ്സിനുണ്ടായത്. 60-65 വയസ്സിൽ ശരാശരി ഡോക്ടർമാർ മരിച്ചു പോകുന്ന സാഹചര്യമാണുള്ളത്. രാവും പകലുമില്ലാതെ പണിയെടുക്കണം. കുടുംബജീവിതം പോലും നയിക്കാൻ സാധ്യമല്ല. വളരെ കുറച്ച് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ മാത്രം സൽപ്പേരെടുക്കുകയും ഉയർന്ന നിലയിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ ഭൂരിപക്ഷം പുതിയ ഡോക്ടർമാർക്കും ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യമാകുന്നു. കോർപ്പറേറ്റ് ആശുപത്രികൾ ഈ മേഖലയിൽ പിടിമുറുക്കിയതോടെ ഡോക്ടർമാരുടെ അന്തസ്സും ഇല്ലാതാവുകയാണ്. ഡോക്ടറെ മനുഷ്യരായല്ല അവർ കരുതുന്നത്, യന്ത്രങ്ങളായാണ്. ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും അന്തസ്സുള്ള ജോലി എന്ന് കരുതപ്പെട്ട ഡോക്ടർമാരുടെ പണി ഇപ്പോൾ ഏതാണ്ട് അവസാനിച്ച മട്ടിലാണ്. ആത്മാഭിമാനമുള്ളവർ പതിയെ പതിയെ ഈ തൊഴിൽ വിടുന്നു. MBBS പഠിച്ചിട്ട് മറ്റു തൊഴിൽ അന്വേഷിക്കുന്നവരുടെ എണ്ണം പെരുകി വരുന്നു. ഒന്നിനും വിട്ടില്ലെങ്കിലും മക്കളെ MBBSന് വിടില്ല എന്ന് പറയുന്നവരുടെ എണ്ണം കൂടുന്നു എന്നുമാണ് റിപ്പോർട്ടുകൾ. ഒരു 5-8 വർഷം കൂടി കഴിയുമ്പോഴേക്കും MBBS സീറ്റുകളിൽ ആരും ഇല്ലാത്ത അവസ്ഥ വരും. ഇപ്പോൾ തന്നെ പല മെഡിക്കൽ കോളേജുകളിലും MBBS സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. ഡൊണേഷൻ സീറ്റുകൾ പൂർണ്ണമായും ഇല്ലാതാകുന്ന സാഹചര്യം രൂപപ്പെട്ടു വരുന്നു. അങ്ങനെ മഹത്തെന്ന് വിശ്വസിക്കുന്ന ഡോക്ടർ പണിയോട് താല്പര്യമില്ലാതാകുന്ന ഒരു പുതിയ തലമുറയാണ് രൂപപ്പെട്ടു വരുന്നത്. അതിൻ്റെ ഒരു കാരണം ഹോളിസ്റ്റിക് അപ്രോച്ച് ഇവരാരും അംഗീകരിക്കുന്നില്ല എന്നതാണ്. കോട്ടയം കാരിത്താസ് ആശുപത്രിയിലെ ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ ജോജോ വി ജോസഫിനെ പോലെയുള്ള ക്രിമിനൽ ബുദ്ധിക്കാർ മറ്റെല്ലാ ചികിത്സാശാസ്ത്രവും തെറ്റാണ്, അതൊക്കെ പഠിക്കുന്നത് വെറുതെയാണ് എന്ന് പ്രചരിപ്പിച്ച് ജനങ്ങൾ മെഡിക്കൽ ശാസ്ത്രത്തെ തന്നെ വെറുക്കുന്ന സാഹചര്യം രൂപപ്പെട്ടു വരുന്നു. എല്ലാ ചികിത്സാ രീതികളും ശാസ്ത്രീയമാണ്, അവയ്ക്കെല്ലാം എല്ലാത്തിൻ്റെതേയും റോളുണ്ട്. ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലൂടെ ഓരോന്നിനും ഓരോ തരത്തിൽ പരിഹാരം കണ്ടെത്തണമെന്ന് ചിന്തിക്കാനുള്ള വലിപ്പം ഈ മോഡേൺ മെഡിസിൻ ഡോക്ടർമാർക്ക് ഇല്ലാതെ പോകുന്നു. തങ്ങൾ മാത്രമാണ് ശരി, മറ്റുള്ളവരെല്ലാം തെറ്റാണ് എന്ന് പറയാൻ അവർ ഏതറ്റം വരെ പോവുകയും മറ്റ് ചികിത്സാ ശാസ്ത്രങ്ങളെ പരിഹസിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ മനുഷ്യത്വം ഈ പ്രൊഫഷനിൽ നിന്നും ഒലിച്ചുപോയതും ഡോക്ടറാവാനുള്ള ആവേശം നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നു. അതേ കാലം മാറുമ്പോൾ ആർക്കും വേണ്ടാത്ത തൊഴിലുകളിലൊന്നായി ഡോക്ടർ പണി മാറിയാൽ തൊഴിലില്ലാത്തവർ ഏറ്റവും അധികമുള്ള മേഖലയായി MBBS പഠിക്കുന്നവർ മാറിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല.